പ്രണയത്തിൻ്റെ നിഗൂഢതകളിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ അതായത് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്നാൽ കാണാൻ കഴിയുന്ന ചില വിചിത്രമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. സോ ലെറ്റ്സ് ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്നത് പലപ്പോഴും ഒരു മിഥ്യയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മളുമായി സാമ്യമുള്ള സ്വഭാവം, കാഴ്ചപ്പാടുകൾ, പശ്ചാത്തലം ആളുകളോടാണ് നമുക്ക് കൂടുതൽ അടുപ്പം തോന്നാറുള്ളത്. ഇതിനെ അസോട്ടേറ്റീവ് മീനിങ് എന്ന് വിളിക്കുന്നു. സോ ഒരേപോലെയുള്ള ചിന്താഗതിക്കാരായ ആളുകൾ ഒന്നിക്കുമ്പോഴാണ് ബന്ധം കൂടുതൽ കാലം നിലനിൽക്കുന്നത്. നമ്പർ 2, സുഗന്ധവും പ്രണയവും തമ്മിലുള്ള ബന്ധം. നമ്മുടെ പ്രതിരോധ സംവിധാനവുമായി ഇമ്മ്യൂൺ സിസ്റ്റം ബന്ധപ്പെട്ട MHC, മേജർ ഹിസ്റ്റോ കോമ്പറ്റിബിലിറ്റി കോംപ്ലക്സ് എന്നൊരു ഘടകമുണ്ട്. നമ്മുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പ്രതിരോധ ശേഷിയുള്ള ഒരാളുടെ ശരീരഗന്ധത്തിലേക്ക് നമ്മൾ സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നത്. ജനിതകമായി കൂടുതൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പ്രകൃതി ഒരുക്കുന്ന ഒരു രഹസ്യമാണിത്. നെക്സ്റ്റ് വൺ, സ്നേഹത്തിൽ വീഴുന്നതൊരു മാനസികാവസ്ഥയാണ്. നമ്മൾ പ്രണയത്തിലാകുന്ന ആദ്യഘട്ടത്തിൽ തലച്ചോറിൽ സെറട്ടോണിൻ നില താഴുന്നു. ഇത് OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉള്ളവരിലെ സെറട്ടോണിൻ നിലയ്ക്ക് തുല്യമാണ്. അതുകൊണ്ടാണ് പ്രണയിക്കുന്ന ആളുകളെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധ കിട്ടാത്തതും. നെക്സ്റ്റ് വൺ, ശാരീരിക മാറ്റങ്ങൾ. പ്രണയിക്കുന്നവരുടെ ശരീരത്തിൽ കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കുന്നു. ഇത് തുടക്കത്തിൽ ഒരുതരം വെപ്രാളവും ആകാംക്ഷയും ഉണ്ടാകും. എന്നാൽ ബന്ധം ദൃഢമാകുന്നതോടെ ഇത് മാറി മനസ്സിന് ശാന്തി നൽകുന്ന ഓക്സിഡോസിൻ വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.